CPM-ൽ കൊട്ടാര വിപ്ലവം അരങ്ങുവാഴുകയാണ്. പീഡന ആരോപണത്തെ തുടർന്ന് കൊല്ലത്തെ MLA ആയ M. മുകേഷിന് സർക്കാർ സംരക്ഷണ കവചം ഒരുക്കുന്നതാണ് പ്രധാന പ്രശ്നം. സംഭവത്തെ ചൊല്ലി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ രംഗത്ത് വന്നിരുന്നു. CPI ആദ്യമേ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ശേഷം ഇന്ന് NCPയും ഇത് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നു. CPIM-ൽ K. രാധാകൃഷ്ണൻ MPയും സർക്കാരിന്റെ നയങ്ങളെ അപ്പാടിത്തള്ളുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇതിനു പുറമെയാണ് CPM-ലെ തന്നെ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന തങ്ങളുടെ നിലപാട് എന്നും ഇടതുപക്ഷത്തോടൊപ്പം എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന കുറച്ചുപേർ ഇപ്പോൾ സർക്കാരിന്റെ നയത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്ത്, മാധ്യമപ്രവർത്തകനും ഇടത് ബുദ്ധിജീവിയുമായ KJ ജേക്കബ്, എപ്പോഴും ഇടതിന്റെ ശബ്ദമായി മാറാറുള്ള ഡോക്ടർ പ്രേംകുമാർ എന്നിവരാണ് ഇപ്പോൾ മുകേഷിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. സ്ഥിരം ഗോതയായ സോഷ്യൽ മീഡിയയിലൂടെയാണ് മൂവരും പ്രതികരിച്ചിരിക്കുന്നത്. മുകേഷ് എന്ന നടന്റെ ഹാസ്യത്തിനുമപ്പുറമുള്ള വികൃതമായ മുഖത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തുറന്നു കാട്ടിയിരുന്നു. ആ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ദീപ നിശാന്ത് മുകേഷിനെതിരെ രംഗത്ത് വരുന്നത്. ദീപ നിശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മുഖാമുഖം എന്ന പരിപാടിയിൽ മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയുമായി നടത്തിയ സംഭാഷണമാണ്. 3-4 വർഷം മുൻപാണ് സരിതയുടെ ഈ അഭിമുഖം ശ്രദ്ധയിൽപ്പെട്ടത്. പൊള്ളിപ്പിക്കുന്ന വാക്കുകളാണത്. കേൾക്കണം. സിനിമകളിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നടൻ വീട്ടിലൊരു സ്ത്രീയോട് ചെയ്ത ക്രൂരതകൾ ഇതിലുമുണ്ട്. ഒരു പരിമിത വൃത്തത്തിനുമപ്പുറം ആരും ചർച്ച ചെയ്തിട്ടില്ല. അയാൾക്ക് ഒന്നും നഷ്ടപ്പെട്ടതുമില്ല. പ്രധാന ഭാഗങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തിടുന്നു. ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം എന്റെ വയറ്റിൽ ചവിട്ടിയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് വീണു. വീണപ്പോൾ ഞാൻ കരഞ്ഞു. അത്തരം സന്ദർഭങ്ങളിൽ ഓ നീ നല്ലൊരു നടിയാണല്ലോ, കരഞ്ഞോ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം സ്ഥിരമായി എന്നെ ഉപദ്രവിക്കാനായി എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഞാൻ നിറഗർഭിണിയായിരിക്കെ 9-ാം മാസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊരു ഡിന്നറിന് പോയി. ശേഷം കാറിൽ കയറാനായി ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുത്ത് എന്നെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കാറിന് പുറകെ ഓടി താഴെ വീണു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞെങ്കിലും ആ കണ്ണീർ അദ്ദേഹത്തെ കാട്ടാതിരിക്കാൻ ശ്രമിച്ചു. കരയുന്നത് കണ്ടാൽ അദ്ദേഹം എന്നെ പരിഹസിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു പാതിരാത്രിക്ക് മദ്യപിച്ച് കടന്നു വന്നപ്പോൾ എന്താണ് വൈകിയത് എന്നൊരു ചോദ്യം തീർത്തും സ്വാഭാവികമായി നമ്മളൊക്കെ ചോദിക്കാറുള്ളത് പോലെ ഞാൻ ചോദിച്ചതിന് അദ്ദേഹം എൻ്റെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് നിലത്തിഴച്ച് മർദ്ദിച്ചു. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സരിത പറയുന്നുണ്ട്. തന്റെ അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും മതോന്മാദത്തിൽ നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്ന ഭർത്താവിനെ പറ്റി, കോടതിയിൽ തന്നെ വേദനിപ്പിക്കുകയും കുട്ടികളെ വേർതിരിപ്പിക്കുകയും ചെയ്യണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ കുട്ടികളിൽ ഒരാളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്ത ഭർത്താവിനെ പറ്റി. ഇങ്ങനെ നീളുകയാണ് ആ പോസ്റ്റ്. ഡോക്ടർ പ്രേംകുമാറിലേക്ക് വരുമ്പോൾ ദീപ നിശാന്തിന്റെ ഇതേ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് പ്രേംകുമാർ ചില വരികൾ കുറിക്കുന്നുണ്ട്. ഇങ്ങനെയൊരാൾ ഇടതുപക്ഷത്തിന്റെ തണലിൽ ഇനിയും വളരാൻ അനുവദിക്കരുത്. ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഇടതുപക്ഷം എന്ന അഭിമാന ബോധത്തോടെ തന്നെയാണ് പറയുന്നത്. നാഴികയ്ക്ക് 40 വട്ടം നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞു നടക്കുന്ന അയാളെപ്പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ ഇനിയും വളരാൻ അനുവദിക്കരുത് എന്ന് തുടങ്ങുകയാണ് ആ പോസ്റ്റ്. അതല്ലാതെ ഇതിനു പുറമെ മുകേഷിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രേംകുമാർ മുൻപും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിലേക്ക് വരുമ്പോൾ പാർട്ടിയെയും മുന്നണിയെയും പിന്നെയും കുഴപ്പത്തിലാക്കുകയാണ് മുകേഷ് എന്ന് തുടങ്ങുകയാണ്. ഈ പോസ്റ്റ് എഴുതുന്ന സമയം വരെ മുകേഷിനെതിരെ 3 ലൈംഗികാതിക്രമ ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ടെസ് ജോസഫിന്റെ ആരോപണത്തെ അദ്ദേഹം പ്രതിരോധിച്ചത് തനിക്കെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് പറയാമെന്നാണ് ടെസ് പറഞ്ഞത്. അവരിതുവരെ പരാതി നൽകിയിട്ടുമില്ല. പോസ്റ്റ് അവസാനിക്കുന്നതാണെങ്കിൽ ഇപ്രകാരവും: CPM ടിക്കറ്റിൽ മത്സരിച്ച് 2 വട്ടം വിജയിച്ച ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് രണ്ടാമത്തെ കേസിൽ മുകേഷിന്റെ വിശദീകരണത്തെ പൂർണ്ണമായും മുഖവിലക്കെടുക്കാമെന്ന് നമുക്ക്. ബട്ട് വൺ കണ്ടീഷൻ. അതിനു മുൻപ് ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. MLA 2022 മുതൽ ഒരു സംഘം ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാതിരുന്നത്? സ്വാഭാവികമായും 2 ചാൻസുകളാണ് ഉള്ളത്. അതിൽ 1, കേരളത്തിലെ പോലീസിനെ മുകേഷിന് വിശ്വാസമില്ല. 2, മിനു മുനീറിനെതിരെ പോലീസിൽ കേസ് കൊടുക്കാൻ മുകേഷിന് ഭയമുണ്ട്. 2-ലേതായാലും ശരി, 1.5 കുഴിയാണ് മുകേഷ് പിന്നെയും കുഴിച്ചിരിക്കുന്നത്. പാർട്ടിയെയും സർക്കാരിനെയും പിന്നെയും കുഴപ്പത്തിലാക്കുകയാണ് മുകേഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെല്ലാം പുറമെ KJ ജേക്കബിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സങ്കീർണമാണ് കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഇപ്രകാരമാണ്: നെഹ്റു കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ചരിത്ര പുസ്തകത്തിലെ ഒരു വാചകം ഞാൻ പല സന്ദർഭങ്ങളിലും ഓർക്കാറുണ്ട്. കാശ്മീരിൽ ഒരു തോടിന്റെ കരയിലായിരുന്നു ആ കുടുംബം തലമുറകളായി താമസിച്ചിരുന്നത്. നാട്ടിൽ പലവിധ മാറ്റങ്ങൾ വരുമ്പോഴും അതിനോട് നിസ്സംഗമായ നിലപാടാണ് കുടുംബം വെച്ച് പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തകർച്ചയും നേരിട്ടു. അതിനെക്കുറിച്ചാണ് പ്രസ്തുത വാചകം. തോട്ടിൽ കൂടി സ്വന്തം ജീവിതം ഒഴുകിപ്പോകുന്നത് നെഹ്റുമാർ കരയിൽ നോക്കി നിന്നു. ഇനി
കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തങ്ങൾ എങ്ങനെയാണ് വേട്ടയാടപ്പെട്ടത്, ഉപദ്രവിക്കപ്പെട്ടത് എന്ന് ഇപ്പോൾ പുറത്തു പറയുന്ന ഓരോ സ്ത്രീയും അവരുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇമാതിരി ആളുകളെ ജീവിതത്തിൽ നിരന്തരം സഹിക്കുന്ന എല്ലാ തുറകളിലെയും എല്ലാ സ്ത്രീകളുടെയും കഥകളാണ്. അവർ ഈ നാട്ടിലെ സ്ത്രീകളുടെ പ്രതിനിധികളാണ്. ഇങ്ങനെ നീളുകയാണ് ആ പോസ്റ്റ്. എന്നാൽ പോസ്റ്റിൽ കുറുക്കിക്കൊള്ളുന്ന ചില വരികളും KJ ജേക്കബ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വരികൾ ഇപ്രകാരമാണ്: ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബലത്തിൽ സ്ത്രീകൾ സംസാരിക്കുന്നത് നമ്മൾ മുഖവിലക്കെടുത്താൽ ഒരു പെൺവേട്ടക്കാരന്റെ രൂപമാണ് MLAക്ക്. സിനിമാ വ്യവസായത്തെ സംബന്ധിച്ച് സർക്കാർ എന്തായാലും നിയമനിർമ്മാണം നടത്തേണ്ടി വരും. അപ്പോൾ ആ നിയമം നിർമ്മിക്കുന്ന സഭയിൽ ഇത്തരം ഒരാൾ ഇരിക്കുന്നത് ഈ നാടിനെ എത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയും? അയാൾ MLA ആയി തുടരുന്നത് ശരിയാവുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ നാട്ടിലെ സ്ത്രീകളെ വാ തുറപ്പിക്കാൻ ധൈര്യപ്പെടുത്തിയ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM-ന് ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിൽ നീളുകയാണ് ആ പോസ്റ്റിലെ മറ്റു വരികളും. മുകേഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് കേവലം ഒരാളിൽ നിന്ന് മാത്രമല്ല, അതല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ഓളത്തിൽ മാത്രവുമല്ല. ഇതിനു മുൻപ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണത്തിന്റെ ബാക്കി പത്രവും ഇവിടെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ വാക്കുകളും ഒരർത്ഥത്തിൽ മുകേഷ് എന്ന വ്യക്തിയെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. ഇത്രയധികം ന്യൂനതകൾ ഇടതുപക്ഷത്തിലെ ഒരു MLAക്ക് നേരെയുണ്ടായിട്ടും, കൊല്ലം ജില്ലയിൽ നിന്ന് പോലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടും, സ്വന്തം മുന്നണിയിൽ നിന്ന് പോലും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടും, എന്തിനേറെ പറയുന്നു, CPM-ന് അകത്തു നിന്ന് പോലും മുകേഷിന് സംരക്ഷണം നൽകരുത് എന്ന വാദം ഉയർന്നിട്ടും CPM സംരക്ഷണം കൊടുക്കുന്നതിന്റെ ഉദ്ദേശമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മുൻപ് സമാന സംഭവങ്ങളിൽ UDF ഇത്തരത്തിലുള്ള പിരിച്ചുവിടലിലേക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജിവെക്കലിലേക്കോ തുനിഞ്ഞിട്ടില്ല എന്ന കേവലം രാഷ്ട്രീയപരമായ ന്യായീകരണം മാത്രമാണ് ഇന്ന് സർക്കാരിന് മുന്നിലുള്ളത്. എന്നാൽ അതേ സമയം തന്നെ സ്ത്രീപക്ഷത്തോടൊപ്പമാണ് എന്ന് എപ്പോഴും വീമ്പ് പറയുന്ന സർക്കാരിന് ഉചിതമായ നടപടി തങ്ങളുടെ MLAക്കെതിരെ എടുത്തു കാണിക്കാനുള്ള ആർജവം ലഭിച്ചിട്ടില്ല. സർക്കാരിന്റെ ഈ അഴകൊഴുമ്പൻ സമീപനത്തിന് തന്നെയാണ് സ്വന്തം മുന്നണിയിൽ നിന്ന് പോലും അഥവാ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും തള്ളിപ്പറയുന്നതിലേക്കുള്ള അവസരമൊരുക്കുന്നത്. വരും ദിവസങ്ങളിലും സർക്കാരിന്റെ മൗനം ഇതേപടി തുടരുകയാണെങ്കിൽ പാർട്ടിക്ക് അകത്തു നിന്നുള്ള കൊട്ടാര വിപ്ലവം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത ഏറെയാണ്.